വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രത്യേകം ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇനി ഡിഗ്രി പ്രിലിംസിന് അധികം ദിവസങ്ങളില്ല. 23-ാം തീയതിയിലെ എക്സാം മാറ്റിയിട്ടുണ്ടെങ്കിലും 30-ാം തീയതിയിലുള്ള ഡിഗ്രി പ്രിലിംസിന് യാതൊരു മാറ്റവും ഇതുവരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ 30-ാം തീയതി എക്സാം ഉള്ളവർക്ക്, എനിക്ക് 30-ാം തീയതിയാണ് എക്സാം, അപ്പോൾ 30-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഇനി ഒരു 8-9 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം എങ്ങനെ എത്ര എഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇനി റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് റിവൈസ് ആണ് കേട്ടോ. ഇനി പുതിയതായിട്ട് ഈ ഒരു സമയത്ത് പഠിക്കാൻ ആരും നിൽക്കരുത്. അപ്പോൾ പഠിച്ച് ഒക്കെ എത്തിയവർ എന്താണ് ഇനി റിവൈസ് ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് LDCക്ക് ആയാലും ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ അതിലേറ്റവും നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ് ആർട്ടിക്കിളുകൾ, അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതികൾ, അതെല്ലാം തന്നെ നല്ല രീതിയിൽ നോക്കി പോവുക. അതുപോലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളുണ്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നല്ല വേഗത്തിൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നോക്കേണ്ടത്. പിന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതും ഈ പറഞ്ഞ പോലെ പുതിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നല്ല രീതിയിൽ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു അല്ല. ഏറ്റവും ആദ്യം തന്നെ ഒരു പുതിയ ടോപ്പിക് കണ്ടപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ കുറച്ച് നിയമങ്ങളൊക്കെ, കമ്മീഷനുകളൊക്കെ കുറച്ച് കവർ ചെയ്ത് പോകുന്നുണ്ടാവും അതിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ എന്തും കൂടെ പഠിക്കുക. ഈ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ SCRT ആണ്. SCRT ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലത്. അഥവാ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ SCRTയും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. നിങ്ങൾ SCRT ഒക്കെ പഠിച്ചവർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും ആ SCRTയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത പോർഷനും കൂടെ ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ വായിച്ച് റിവൈസ് ചെയ്ത് പോവാം. അത് എല്ലാത്തിൻ്റെയും കൂടെ പോവാൻ ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. എല്ലാം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ നിന്നൊക്കെ മാർക്കുകൾ ചോദിക്കാവുന്ന തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് അത്ര ടഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നിങ്ങൾ ഒരു 1-2 ദിവസം മാത്രം എടുത്തിട്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി എക്സാമിന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മെയിനായിട്ട് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് ബഹിരാകാശ മേഖല. ഈ ബഹിരാകാശ മേഖലയായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫാക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ബഹിരാകാശ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അപ്പോൾ ബഹിരാകാശ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിവൈസ് ചെയ്യേണ്ടത്. അതുപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതും നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ വ്യവസായം, ഗതാഗതം എന്ന് പറയുന്ന ആ ഒരു മേഖല കൂടെ അതിൻ്റെ ഒപ്പം നോക്കി പോവുക. ഗതാഗത മേഖലയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേസ് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ഹയർ ലെവലിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ പ്രിലിംസിന് LDയുടെ സിലബസിന് പ്രിലിംസിൽ ചോദിച്ച പോലെ തന്നെ ഡിഗ്രിയിൽ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലായിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ നന്നായിട്ട് നോക്കുക. വ്യവസായ മേഖലയും കൂടെ നോക്കുക. പിന്നെ നമ്മൾ പറയാനുള്ള ടോപ്പിക്കാണ് IT എന്ന് പറയുമ്പോൾ എനിക്ക് LDCയിലേക്കാളും കൂടുതൽ IT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മുടെ ഡിഗ്രി എക്സാമിനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ IT കുറച്ചൊരു LDനേക്കാളും കുറച്ചും കൂടെ ഒന്നൊരു ഉയർന്ന ലെവലിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഏരിയ ആണ് ഡിഗ്രിക്ക് പറയുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആയതുകൊണ്ട് അത്രയ്ക്കും വന്നിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ITയിലത്തെ ആ ഒരു ഏരിയ കൂടെ നന്നായിട്ട് പഠിക്കുകയല്ല റിവൈസ് ചെയ്യാം. ഈ ഒരു ദിവസങ്ങളിൽ റിവൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടെയാണ് IT. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇന്ത്യയും കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും കൂടെ റിവൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും കോവിഡായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു പദ്ധതികൾ കൂടെ കവർ ചെയ്ത് പോവുക. പിന്നെ പഠിക്കുന്നത് നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് അല്ലേ.
ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് പഠിച്ചാൽ തന്നെ നമുക്കതിൽ നിന്ന് മറ്റ് ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മാർക്ക് കുറവാണ്. പഠിക്കാൻ ഒരുപാടും മാർക്സ് എന്ന് ചോദിക്കാവുന്നത് ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കംപ്ലീറ്റ് ആയിട്ട് തീർക്കാമെന്ന് വിചാരിക്കരുത്, റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹിസ്റ്ററിയിൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക, ഡിഗ്രി ആയതുകൊണ്ട്. അതും അതുപോലെ തന്നെ ഇന്ത്യയും കേരളമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും മറ്റ് എന്താ പറയുക സമരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വായിച്ചു പോവുക ഹിസ്റ്ററിയിൽ. ജോഗ്രഫിയിലാണെങ്കിൽ പ്രധാനപ്പെട്ട എന്താ പറയുക വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ബയോസ്ഫിയർ റിസർവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക കേട്ടോ കൂടുതലും ജോഗ്രഫിയുടെ ഏരിയയിൽ. പിന്നെ ഗതാഗതം ഒക്കെ അതിൽ പെടുന്നതാണെങ്കിൽ പോലും ജോഗ്രഫിയിലപ്പോൾ എന്താണ് വന്യജീവി സങ്കേതങ്ങളും ജില്ലകളും സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ നിരത്തി വായിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ, കാരണം അതിനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഏരിയകൾ പറയുന്നത്. അപ്പോൾ ജോഗ്രഫി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇത് നിങ്ങൾ ഡെയിലി, ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ മാത്രമാണ് അത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓൾറെഡി ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഒരു സമയത്തല്ലല്ലോ പഠിക്കുക. അപ്പോൾ അത് ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ റിവൈസും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനെ ഇനി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും മാത്സും ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡിഗ്രി പ്രിലിംസിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ റിവൈഷനാണ് ഇനിയുള്ള ദിവസങ്ങൾ നടത്തേണ്ടത്. നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് എല്ലാവർക്കും ഡിഗ്രി പ്രിലിംസിൽ പാസ്സാവാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക് യു.